إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റെല്ലാവരെക്കാളും പ്രിയമുണ്ടാകണം, സ്നേഹമുണ്ടാകണം എന്നെല്ലാം കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്നതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായിട്ട് ഒരു ജന്മദിനത്തിൻ്റെ പേരിലുള്ള ആഘോഷങ്ങളും അതുമായി ഉണ്ടാകുന്ന ആചാരങ്ങളുമെല്ലാം എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ നിലപാട് എന്നതിനെപ്പറ്റി പലപ്പോഴും പല ആളുകൾക്കും പല സാധാരണക്കാർക്കും സംശയം ഉണ്ടാകാറുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കാറുള്ളത്, ഞങ്ങൾ നബിയുടെ മദ്ഹ് പറയുകയല്ലേ, നബിയെ പറ്റി മദ്ഹ് പറയുന്നത്, റസൂലിനെ പറ്റി പുകഴ്ത്തി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പ്രശംസിച്ച് പറയുന്നത്, പാടുന്നത്, അതിനെന്താണ് തെറ്റ് എന്ന് പലപ്പോഴും സാധാരണക്കാർ ചോദിക്കാറുണ്ട്. അവർ പലപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുള്ളത്, നബി സീറ ഗ്രന്ഥങ്ങളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൻസ്വാരികൾ വരവേറ്റത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ എന്നൊക്കെ തുടങ്ങുന്ന കവിതയൊക്കെ സീറ ഗ്രന്ഥങ്ങളിൽ കാണുന്നതിനെ പറ്റിയൊക്കെ ആളുകൾ പറയാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നതിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നബിദിനം ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതുമെല്ലാം എതിർക്കുന്നത് എന്നതാണ് ചോദ്യം. ചോദ്യം വളരെ പ്രസക്തമാണ്. സംശയം ഉത്തരങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. അവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുക എന്നതിനെ ഈ ഒരു രീതിയിൽ ഒരു പ്രത്യേകമായ ദിവസവും പ്രത്യേകമായ മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുവാൻ വേണ്ടി
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഒരു മാസത്തിൽ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ട് പുണ്യമുള്ളതാണെങ്കിൽ, അങ്ങനെ ഒരു ആചാരം നല്ലതാണെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമായിരുന്നു. പ്രത്യേകമായ ഒരു ദിവസവും പ്രത്യേകമായ സമയവും പ്രത്യേകമായ രൂപവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ദീനിൽ ഒരു കാര്യം, ഒരു കർമ്മം പഠിപ്പിച്ചു തരാൻ അതിന് അർഹൻ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കിതാബിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലൂടെ പറഞ്ഞു തരുന്നത് മാത്രമേ നമുക്ക് അങ്ങനെ ദീനായിക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലേ? മദ്ഹല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പ്രശംസിച്ചതല്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. റസൂലേ, താങ്കളെ ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുൽ ആലമീനാണ് എന്ന് പ്രശംസിച്ച് പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത ഒരു പ്രവാചകൻ. ഹരീസുൻ അലൈക്കും. നിങ്ങളോട് അത്രമേൽ താല്പര്യമുള്ളവനായ ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് അനുകമ്പയും കാരുണ്യവുമുള്ളവരായ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് എത്രയെത്ര തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ച് പറയുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്നത് നമ്മൾ എതിരായി നിൽക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്ക തെറി പറഞ്ഞപ്പോൾ ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ട് കവിതകൾ ഇറക്കിയ സമയത്ത് മുദമ്മിമൻ അശൈന വഅംറഹു അബൈന വദീനഹു ഖലൈന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശപ്പെടുത്തിക്കൊണ്ട് കവിത പാടിയപ്പോൾ ഞങ്ങളിൽ ഒരു നിന്ദ്യനുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തെ തിരസ്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൽപ്പനകളെ ഞങ്ങൾ അതിനെ വിയോജിക്കുന്നു, വദീനഹു ഖലൈന അദ്ദേഹം കൊണ്ടുവന്ന മതത്തെ ഞങ്ങൾ പിഴുതെറിയുന്നു. ഇത് മാത്രമല്ലട്ടോ, ഇതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരവരുടെ വർത്തമാനങ്ങൾ കൊണ്ട് അവരുടെ കവിത കൊണ്ട് തെറി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നതിനുള്ള ഉത്തരം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അത് രേഖപ്പെടുത്തുവാൻ ഭയപ്പെട്ടതുകൊണ്ട് അത് മാഞ്ഞുപോയതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിക്രൂരമായ അവരുടെ സാഹിത്യവും നാവും ഉപയോഗിച്ചുകൊണ്ട് തെറി പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ആരുണ്ട് എന്നെ പറ്റിയുള്ള ഈ കവിതാ ആക്ഷേപങ്ങളെ എതിർക്കുവാൻ ആരുണ്ട്? അവിടെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഉദയം ചെയ്യുന്നത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള കവിതകൾക്ക് തെറിവാചനങ്ങൾക്ക് എതിര് പറഞ്ഞുകൊണ്ടാണ് ഷായിറുർ റസൂൽ എന്ന് ചരിത്രത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തപ്പെടുന്നത്. യുദ്ധത്തെ ഭയപ്പെട്ടിരുന്ന, വാളെടുത്ത് പോരാടുവാൻ ഭയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന കവിതകളിലൂടെയുള്ള തെറി അഭിഷേകങ്ങൾക്ക് അതിമനോഹരമായ രീതിയിൽ അതിനെ പ്രതിരോധം തീർക്കുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, യാ ഹസ്സാൻ ഉഹ്ജുൽ മുശ്രിക്കീൻ, ഹസ്സാനെ താങ്കൾ മുശ്രിക്കീങ്ങളെ ആക്ഷേപിക്കുക, ഇന്ന റൂഹൽ ഖുദ്സ് മഅക്, താങ്കളോടൊപ്പം ജിബ്രീലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചപ്പോൾ കണ്ടയിടത്ത് വെച്ച് അദ്ദേഹത്തെ കൊല്ലുവാനുള്ള പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് കവിത പാടിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇന്ന റസൂല
ലനൂറുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യൻ നിർമ്മിത വാൾ പോലെ തിളങ്ങുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുന്ന വരികളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നതാണ്. എന്താണ് നബിയുടെ മദ്ഹ് പറയുന്നതിന്റെ വിധി എന്നതിന് വളരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്നത് അനുവദനീയം തന്നെയാണ്. എന്നാൽ അതിന് പരിധിയുണ്ട്, അതിനൊക്കെ ഒരു അതിരും പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പ്രശംസകൾ പാടില്ല. സാധാരണ നമ്മൾ തമ്മിലുള്ള പ്രശംസയും അതിപ്രശംസ നടത്തുന്ന ചില ആളുകളുണ്ട്. ആളുകളിൽ എന്തെങ്കിലുമൊക്കെ നേട്ടവും നന്മയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അങ്ങനെ അതിപ്രശംസ നടത്തുന്നവരുടെ മുഖത്ത് മണ്ണ് വാരി എറിയാനാണ്. ശരിയല്ലത്. മാന്യമായ രീതിയിലല്ലാതെ ഒരാളെ പറ്റി അതിയായി പ്രശംസിച്ച് അയാളുടെ നേട്ടം കൊഴിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതി അത് ശരിയല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ മദ്ഹ് പറയുന്ന സമയത്ത് അതിൽ നിന്ന് ഒന്ന് വഴുതി മാറുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇടപെടുന്നതും തിരുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ അവിടെ കുട്ടികൾ, 2 പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ബദറിന്റെ ചരിത്രമാണ് അവരിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് അവർ പാടുന്നത് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ നാളെയുടെ കാര്യങ്ങൾ അറിയുന്നവരാണ്. നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് അറിയുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ടില്ല. മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എനിക്ക് നാളെയെ പറ്റി പറഞ്ഞു തന്നാൽ അത് ഞാൻ അറിയും എന്നതിനെ കുറിച്ചാണോ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല. പലപ്പോഴും മൗലിദ് വരികൾക്കും പാട്ടുകൾക്കുമൊക്കെ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദഈ ഹാദിഹി, മോളെ അത് ഒഴിവാക്കി, അങ്ങനെ പറയല്ലേ. വഖൂലി ബില്ലദീ കുൻതി തഖൂലിൻ, ഇതുവരെ പറഞ്ഞിരുന്ന ബദറിന്റെ ചരിത്രമില്ലേ അത് പറഞ്ഞുകൊള്ളുക. എന്നെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, എന്നെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും മുന്നിൽ പ്രഖ്യാപിച്ചതാണ് ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. ഇബ്നു മറിയമിനെ, ഈസാ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ പുകഴ്ത്തി അള്ളാഹുവിന്റെ മകനാണ് എന്ന് വരെ പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി അമിതമായി പ്രശംസിച്ചു പറഞ്ഞപ്പോ അതുപോലെ നിങ്ങൾ എന്നെ അതിരു കടന്ന് പുകഴ്ത്തരുത് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഇന്നമാ അന അബ്ദു, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, എന്നെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരിക്കൽ ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ എന്തോ ഒരു വിഷയത്തിൽ പറഞ്ഞു മാഷാ അല്ലാഹു വശിത, റസൂൽ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായില്ല, ദേഷ്യം പിടിച്ചു. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിനെ സമനാക്കിയോ നിദ്ദാക്കിയോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറ, എന്നെ അതിലേക്ക് ചേർക്കല്ലേ, എന്നെ അള്ളാഹുവിലേക്ക് തുല്യമാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയല്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി അതിനെ വിമർശിക്കുന്നത് കാണുവാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു യാത്രാ സംഘം വരുന്ന സമയത്ത് അവരിങ്ങനെ ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അഫ്ദലുനാ ഫളൻ വഅളമുനാ തൗലൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പ്രശംസിച്ച് പറയാണ്. ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണ് റസൂലെ അങ്ങ്. വഅളമുനാ തൗലൻ, ഞങ്ങളിൽ ഏറ്റവും അനുഗ്രഹം നൽകപ്പെട്ടവരും ഔദാര്യമുള്ളവരൊക്കെയാണ് അങ്ങ്. തെറ്റില്ല, അവർ അതിന് കടന്നൊന്നും പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ വ്യക്തിത്വം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഔദാര്യമുള്ളവരും അനുഗ്രഹമുള്ളവരും ഒക്കെ. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെടുകയാണ് ഇവിടെ. ഖൂലൂ ബിഖൗലിക്കും, നിങ്ങൾ സാധാരണ എന്നെ പറയുന്നതൊക്കെ പറഞ്ഞാൽ മതി. ഔ ബഅദി ഖൗലിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ചിലതൊക്കെ പറഞ്ഞാൽ മതി. വലാ യസ്തജ്രിയന്നകും ശൈത്വാൻ, ശൈത്വാൻ അതിര് കടക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. പറയാണ് വമാ ഉഹിബ്ബു അൻ തർഫഉനി ഫൗഖ മൻസിലത്തി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു എനിക്ക് തന്ന സ്ഥാനത്തിന്റെ അപ്പുറത്ത് നിങ്ങൾ എന്നെ പ്രശംസിക്കുന്നത്, അതിന് കടന്നുകൊണ്ട് എന്നെ പറ്റി സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നാണ്
എനിക്കത് ഇഷ്ടമില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ക്ലിയറായും വ്യക്തമായും മനസ്സിലാകുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നത് തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മദ്ഹ് പറയുന്ന ചില സംഭവങ്ങളും വരികളും കവിതകളും ഒക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെയൊന്നും വിമർശിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഒരു ബൗണ്ടറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അള്ളാഹു പഠിപ്പിച്ചതിനപ്പുറത്തേക്കുള്ള മഹത്വങ്ങൾ എന്നിലേക്ക് ചാർത്താൻ നിങ്ങൾ തയ്യാറാകരുത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല മലയാളത്തിലുള്ള മദ്ഹ് ഗീതങ്ങളും അത് കേട്ടു നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്ക് പാപമോചനം തേടുന്ന വരികൾ നമുക്കതിൽ കാണാൻ കഴിയും. നമ്രൂദ്, ഹാമാൻ, ഫിർഔന് പോലും നബിയോരെ കണ്ടാൽ എന്നേ നന്നാകും. നമ്രൂദും ഹാമാനും ഫിർഔനൊക്കെ അള്ളാഹു വഴികേടിലാക്കിയ ആളുകൾ, അവരെ റസൂലിനെ കണ്ടാൽ നന്നാവും. ഇത് നല്ല മദ്ഹാണ് എന്ന ആളുകൾ പറയാണ്. ഇതിനെന്താണ് കുഴപ്പം എന്ന ആളുകൾ ചോദിക്കാണ്. എത്ര ഗുരുതരമാണ്! അള്ളാഹു വഴികേടിലാക്കിയ ഫിർഔനെയും ഹാമാനെയും നമ്രൂദിനെയും ഒക്കെ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്താൻ നിൽക്കുകയാണ് ആളുകൾ, അതിന് കടന്നുകൊണ്ട്. അതുപോലെ തന്നെ റസൂലിനോട് തൗബ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചക്ക് മലയാളത്തിൽ പറയുന്ന വരികൾ ഉണ്ടാകുമ്പോ അതൊക്കെ ഗുരുതരമായ വിഷയമാണ്. അതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ നബിയുടെ മദ്ഹ് പറയാൻ വേണ്ടി ചില പ്രത്യേക ദിവസങ്ങൾ, പ്രത്യേക സ്ഥലങ്ങൾ, പ്രത്യേക ദിവസങ്ങൾ, ഇങ്ങനെ രീതിയിലുള്ള ഒരു സമ്പ്രദായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഒരാഘോഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. ഉണ്ട് എങ്കിൽ അത് തിങ്കളാഴ്ചത്തെ നോമ്പ് മാത്രമാണ്. ആ തിങ്കളാഴ്ചത്തെ നോമ്പ് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫീഹി വുലിത്തു, ഞാൻ ആ ദിവസമാണ് ജനിച്ചത്, അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്ന് റസൂൽ പറഞ്ഞു. ആ നോമ്പെടുക്കുന്നതിന് തെറ്റുണ്ടോ? ഇല്ല. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ നോൽക്കും. എന്നാൽ അതുപോലെ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷിക്കുവാനുള്ള തെളിവ് എവിടെയാണ്? ആ തെളിവില്ലാത്തിടത്തോളം കാലം അതിന് പറയുക ബിദ്അത്ത് എന്നാണ്. ബിദ്അത്തിനെ പറ്റി ഓരോ ഖുത്ബകളിലും നമ്മൾ ഹംദ് ചൊല്ലുന്നതിനിടയിൽ പറയുന്നുണ്ട്, പുത്തനാചാരങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത്. അത് ഗൗരവമാണ് എന്ന് മനസ്സിലാക്കുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ തെറ്റായ വഴികളിൽ നടക്കുന്ന ആളുകൾക്ക് അതിനെ പറ്റിയുള്ള പ്രബോധനങ്ങൾ നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പലപ്പോഴും നമ്മളുടെ നാട്ടിൽ പാടപ്പെടുന്ന ചില മൗലിദുകൾ, ഷറഫലാന മൗലിദ്, മങ്കൂസ് മൗലിദ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മൗലിദ് കിതാബുകൾ, അതിൽ പലപ്പോഴും ഈ നമ്മളീ പറഞ്ഞ എല്ലാ അതിരും കടക്കുന്ന രീതിയിലുള്ള പ്രശംസകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് കേൾക്കാൻ കഴിയും. പലപ്പോഴും മുമ്പ് ഇതിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് മനപ്പാഠമുള്ള വരികൾ കൂടിയായിരിക്കും അത്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ, റസൂലെ അങ്ങയുടെ അടിമയായ ഈ പാവം അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഫദ്ലക, താങ്കളുടെ ഫദ്ലിനെ, അൽ ജമ്മൽ ഗഫീർ, സമൃദ്ധവും അതിലില്ലാത്തതുമായ താങ്കളുടെ ഫദ്ലിനെ, ഈ അടിമ, ആരുടെ അടിമ? റസൂലിന്റെ അടിമയായ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന്. അള്ളാഹുവിന്റെ അടിമ എന്നല്ലേ? ഇതിനൊക്കെ ആയത്തും ഹദീസും പറഞ്ഞു തരേണ്ടുന്ന കാര്യം പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ അള്ളാഹുവിന്റെ അടിമകളല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് നിങ്ങൾ എന്നെ പറ്റി അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് പറയുക എന്നല്ലേ? പക്ഷെ ഈ മൗലിദ് വരികളിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ് എന്ന്. ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു, റസൂലേ അങ്ങയെ പറ്റി ഞങ്ങൾക്ക് സൽവിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. ബശീറും നദീറുമായ റസൂലേ, ഫഅഗിത്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി ഫഅഗിത്നി, അപ്പോ റസൂലേ താങ്കൾ എന്നെ സഹായിക്കണേ, വഅജിർനി എനിക്ക് അഭയം നൽകുകയും ചെയ്യണേ, യാ മുജീറു മിനസ് സഈരി കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന റസൂലേ. ആരാണ് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുക? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഓരോ സമയവും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ? എന്നിട്ട് പോലും മൗലിദ് വരികളിൽ പച്ചക്ക് പറയാണ് യാ മുജീറു മിനസ്സഈരി, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന റസൂലേ എന്ന്. യാ ഗിയാസി യാ മലാദി, എന്റെ സഹായമേ, എന്റെ അഭയകേന്ദ്രമേ, ഫീ മുലിമാതി
വഅനാഇൽ ഉമൂരി, എല്ലാ പ്രയാസങ്ങളും ദുരിതവും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അഭയം തേടുന്നവരായ റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ അതിരും വിട്ട് പ്രശംസിക്കുന്ന രീതിയിലുള്ള വരികൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ കവിതകളിലും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വരികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷങ്ങളിൽ പാടപ്പെടുന്നത് എന്നതുകൊണ്ട് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയുക എന്നതിൽ നിന്നപ്പുറത്ത് അതിന്റെ എല്ലാ പരിധിയും, അതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ എല്ലാ കാര്യങ്ങളും എടുത്തണിഞ്ഞുകൊണ്ടുള്ള തികച്ചും ബിദ്അത്തായിട്ടുള്ള ഒരു ആഘോഷമാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും തിരുത്തി കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മളുടെ മയ്യേരി ഇബ്രാഹിം ഹാജിയുടെ ഭാര്യ ഇന്നലെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ഈ പള്ളിയുടെ അയൽവാസികളായ ആളുകളാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇമാമമാർക്കും മറ്റൊക്കെ വേണ്ടിയുള്ള ഭക്ഷണവും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു ഉമ്മയായിരുന്നു. അവര് മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിനുള്ള എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. അവരെയും നമ്മയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗീയ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين.